സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ലൈഫ് പദ്ധതിയിലും കൈവച്ച് സർക്കാർ. ലൈഫ് മിഷൻ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന 136.89 കോടി രൂപയും സർക്കാർ ട്രഷറി അക്കൗണ്ടിലേക്ക് മാറ്റി. അത്യാവശ്യ ഘട്ടങ്ങളിൽ ട്രഷറിയിൽ നിന്ന് തുക മാറ്റുന്നത് സ്വാഭാവികമെന്നും ലൈഫ് മിഷന് ഒരു കോട്ടവും തട്ടാൻ സർക്കാർ അനുവദിക്കില്ല എന്നും മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. തുക വകമാറ്റിയെന്ന ആരോപണം തള്ളി ധനമന്ത്രി ഏറ്റവും കൂടുതൽ തുക ലൈഫ് മിഷന് മാറ്റിവെച്ചത് ഈ വർഷമാണെന്നും വ്യക്തമാക്കി. കാർഷിക മേഖലയുടെ നവീകരണത്തിനായി ലോകബാങ്ക് നൽകിയ 140 കോടി രൂപ വകമാറ്റിയതിനു പിന്നാലെയാണ് ലൈഫ് മിഷൻ ഫണ്ടിലും സർക്കാർ കൈവച്ചെന്ന വിവരം പുറത്തുവന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ തദ്ദേശഭരണ സ്ഥാപന പരിധികളിൽ ലൈഫ് മിഷൻ വഴി വീട് നൽകാൻ ബജറ്റിൽ വകയിരുത്തിയിരുന്നത് 692 കോടി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഒറ്റയടിക്ക് ബജറ്റ് വീതം വെട്ടിക്കുറച്ചത് 64.3%. ബാക്കി 246.36 കോടി മാത്രമാണ് ധനവകുപ്പ് ലൈഫ് മിഷന് കൈമാറിയത്. ഇതിൽ മാർച്ച് 31 വരെ ചെലവഴിച്ചതാകട്ടെ വെറും 110.46 കോടി മാത്രം. ഇനിയാണ് വർഷാവസാനത്തെ സർക്കാരിന്റെ കടുംവെട്ട്. ലൈഫ് മിഷന്റെ PSTSB അക്കൗണ്ടിൽ നിന്നും ബാക്കിയുള്ള 136.89 കോടി രൂപയും മാർച്ച് 31 സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റി. ഫലത്തിൽ ലൈഫ് മിഷനായി ആകെ വകയിരുത്തിയ 692 കോടിയുടെ 16% മാത്രമാണ് ചെലവഴിക്കാനായത്. 582 കോടിയും സർക്കാർ തന്നെ തിരികെ പിടിച്ചു. സംഭവം പുറത്തു വന്നതിനു പിന്നാലെ പ്രതികരണവുമായി മന്ത്രിമാർ തന്നെ രംഗത്തെത്തി. അത്യാവശ്യ ഘട്ടങ്ങളിൽ ട്രഷറിയിൽ നിന്ന് തുക മാറ്റുന്നത് സ്വാഭാവികമെന്നും ലൈഫ് മിഷന് ഒരു കോട്ടവും തട്ടാൻ സർക്കാർ അനുവദിക്കില്ലെന്നുമായിരുന്നു മന്ത്രി കെ രാജന്റെ പ്രതികരണം. ലൈഫ് കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയാണ്. ലൈഫിന് കോട്ടം തട്ടുന്ന ഒന്നും കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യില്ല. കാര്യത്തിൽ ഒരു പേടിയും കേരളത്തിൽ ആർക്കും വേണ്ട. ധനമന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ: ഗവൺമെന്റിന്റെ മാർച്ചിലെ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് പണം എടുക്കുകയും തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് സാധാരണ. ആകെ വരുന്ന പണം ചിലപ്പോൾ ഈ മാർച്ച് മാസം അവസാനം അത് റെസ്യൂം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അന്നേരം കൊടുക്കത്തില്ല, ഏപ്രിൽ ആദ്യം കൊടുക്കും. 24 തിരുവനന്തപുരം.